ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരായ സമരം ഒത്തുതീർക്കാൻ സമവായ ശ്രമങ്ങളുമായി സർക്കാർ. സമരക്കാരുമായി വ്യവസായ മന്ത്രി നാളെ ചർച്ച നടത്തും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഖനനത്തിന്റെ പ്രത്യാഘാതം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന മോണിറ്ററിംഗ് സമിതിക്ക് രൂപം നൽകാനും തീരുമാനമായി. മന്ത്രിമാരായ ഇ.പി. ജയരാജനും ജെ. മേഴ്സിക്കുട്ടിയമ്മയും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ആലപ്പാടിന്റെ സംരക്ഷണവും ജനങ്ങളുടെ സ്വൈര്യമായ ജീവിതവുമാണ് സമരത്തിൽ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതിന് സഹായകരമായ നടപടികൾ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന ഉറച്ച ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സൈൻലാദിനുണ്ട്. സെയ്ഫ്, ഖനനം നിർത്താതെ ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടിലാണ് സമരസമിതി ഇപ്പോഴും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സമവായ നീക്കത്തിനാണ് സർക്കാർ മുതിരുന്നത്? ഇതുവരെ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖനനം നിർത്താതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് തന്നെയായിരുന്നു സമരസമിതി സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഖനനം നിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന കർശന നിലപാട് വ്യവസായ മന്ത്രി ഇന്ന് രാവിലെ വരെ സ്വീകരിക്കുകയും ചെയ്തു. ഏതാണ്ട് 2.5 മാസക്കാലമായി സമരം നടക്കുകയും അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയാവുകയും മാധ്യമങ്ങൾ സമരത്തിന് മാധ്യമങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. 3 മണിയോടുകൂടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ വ്യവസായ മന്ത്രിയും അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കളക്ടർ അടക്കമുള്ളവരും പങ്കെടുത്തു. അതിനുശേഷമാണ് ആ മേഖലയിലുള്ള ജനപ്രതിനിധികളുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചത്. അതിലും അവിടെയുള്ള ജനപ്രതിനിധികളും മറ്റും MLA അടക്കമുള്ളവർ പങ്കെടുത്തു. ഈ യോഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അവിടെ നടന്നു വരുന്ന സീ വാഷിംഗ് നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് ഈ യോഗത്തിൽ പ്രധാനമായും ഉണ്ടായത്. ശാസ്ത്രീയമായ ഖനനം തുടരാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. സീ വാഷ് നടത്തുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായി സമരസമിതി അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം സീ വാഷിംഗ് നടത്തുമ്പോൾ കര ദിവസവും കയറി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് സീ വാഷിംഗ് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. മാത്രമല്ല സമരസമിതിയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. നാളെ വ്യവസായ മന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തും. അതിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെക്കാൻ പോകുന്നത് പ്രധാനമായും സീ വാഷിംഗ് നിർത്തിവെച്ചതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഖനനത്തിന് ശേഷം അവിടെ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുന്ന കാര്യവുമായിരിക്കും സംസ്ഥാന സർക്കാർ സമരസമിതിക്ക് മുന്നിലേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ജനപ്രതിനിധിയും അടങ്ങുന്ന ഒരു മോണിറ്ററിംഗ് സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നിയമസഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് മോണിറ്റർ ചെയ്യാനും വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കണം. അത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതി വേണം എന്നൊരു ശുപാർശ ഉണ്ടായിരുന്നു. ആ ശുപാർശ നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സമരസമിതിയുടെ ആവശ്യങ്ങളിൽ ഏതാണ്ട് പകുതിയോളം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയേണ്ടത് സമരസമിതിയുടെ നിലപാടാണ്. ഖനനം നിർത്താതെ ഒരു തലത്തിലുമുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന കർശന നിലപാട് തന്നെയായിരുന്നു സമരസമിതി ഇതുവരെയും സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നാളെ എന്തായാലും വ്യവസായ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവമായി ചർച്ചയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ യോഗത്തിൽ പ്രധാനമായും പറഞ്ഞത് അവിടുത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളായി ഉണ്ടായ പ്രശ്നങ്ങളാണ് ജനങ്ങളെ ഇത്രയും വലിയ ഒരു അതിർത്തിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുത്തിയത്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സീ വാഷ് നിർത്തിവെക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്.